ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി ഏർപ്പെടുത്തിയ തദ്ദേശീയ എഴുത്തുകാർക്കുള്ള ഷാജി കെ അബ്ദു സാഹിത്യ പുരസ്കാരം നാടകകൃത്തും സംവിധായകനും കഥാകൃത്തുമായ ബഷീർ തൃപ്പേക്കുളത്തിന് സമ്മാനിച്ചു. മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം MLA KK വത്സരാജ് പുരസ്കാരം സമർപ്പിച്ചു. കയ്പമംഗലത്തിന്റെ ജനപ്രതിനിധിയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ 2-3 മാസമായിട്ടില്ല. ഈ കാലയളവിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യം ധാരാളം കലാസാംസ്കാരിക പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ വായനശാല പ്രസ്ഥാനം, നിരവധിയായിട്ടുള്ള ജനകീയ കൂട്ടായ്മകളുടെ പലവിധ ഇടങ്ങളും ഈ മണ്ഡലത്തിന്റെ നിരവധി പ്രദേശങ്ങളിൽ കാണാനും അവരുടെ നിരവധിയായിട്ടുള്ള പരിപാടികൾ പങ്കെടുക്കാനും അവസരമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുരോഗമനപരമായ ധാരണകൾ സമൂഹത്തിന് പകർന്നു നൽകുന്നതിന് ഇത്തരം സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രവർത്തനം എന്തുകൊണ്ടും പ്രയോജനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അത് നമ്മുടെ നാടിന്റെ സാംസ്കാരിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാം കാണാൻ വേണ്ടി കഴിയും. ഒരു സമൂഹം മുന്നോട്ട് പോകുന്നതിൽ, പുരോഗമനപരമായ സമൂഹത്തെ ചിന്തിപ്പിക്കുന്നതിലൊക്കെ നമ്മുടെ സാഹിത്യകാരന്മാരും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ച ആളുകളും വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. ഞാനതിൻ്റെ ഒന്നും ചരിത്രം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനതിനെ പ്രാപ്തനുമല്ല. ഇത്തരം കാര്യങ്ങൾ വിശദമായി പറയാം. സാംസ്കാരിക പ്രവർത്തകരുടെ കർത്തന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ പട്ടികയിലാണ് ഞാനൊക്കെ ഉൾപ്പെടുന്നത്. എന്നാൽ ഈ സാംസ്കാരിക പ്രവർത്തകരുടെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോയതിൻ്റെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനാകും. കേരളമാണെങ്കിൽ വിശേഷിച്ചും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു ഭൂമികയായി മാറുന്നതിൽ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ പങ്കും പ്രവർത്തനങ്ങളുടെ പങ്കും വളരെ 5000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ജിതി സുധീഷ് അധ്യക്ഷത വഹിച്ചു. വളരെ വിശാലമായ ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ചെറുതും വലുതുമായ ഒട്ടനവധി എഴുത്തുകാരെ സൃഷ്ടിക്കാനായിട്ട് ചങ്ങാതിക്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തുള്ള എഴുത്തിലേക്ക് കടന്നു വരുന്ന ചങ്ങാതിമാരെ പരിപോഷിപ്പിക്കുന്നതിനും എഴുത്തിന്റെ മേഖലകളിലേക്ക് അവരെ കടന്നു വരാനായിട്ട് പ്രചോദനമാക്കിക്കൊണ്ട് ചങ്ങാതിക്കൂട്ടം അതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മൂസ വടക്കനോളി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, സോമൻ താമരക്കുളം, PK ഉഫൂർ, TB സന്തോഷ് ബാബു, പുരസ്കാര ജേതാവ് ബഷീർ തൃപ്പേക്കുളം, ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി MD അബിശങ്കർ, വൈസ് പ്രസിഡന്റ് റസിയ സുൽത്താന എന്നിവർ സംസാരിച്ചു. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക.